നിൽക്കുന്നത് ശാസ്തമംഗലത്തുള്ള വെൽവെറ്റ് ഡോണിലാണ്. നമ്മുടെ കൂടെ ഇന്ന് രാജേഷ് സാറാണുള്ളത്. ഓക്കെ സാർ, എന്തൊക്കെയാണ് വെൽവെറ്റ് ഡോണിൻ്റെ പുതിയ വിശേഷങ്ങൾ? ശേഷം വെൽവെറ്റ് ഡോൺ ശാസ്തമംഗലത്ത് വന്നിട്ട് 2 വർഷമായി. കോവളത്തായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് കോവള് തുടങ്ങിയത്. 2015 ഞാൻ ഈ ഫാമിലി ഏറ്റെടുക്കുന്നത്. ശരിക്കും 70s തുടങ്ങിയ റെസ്റ്റോറൻറ്റാണ്. കോവളം ബീച്ചിൽ തന്നെ ആദ്യത്തെ റെസ്റ്റോറൻ്റായിരുന്നു. 2015 ഞാൻ റെസ്റ്റോറൻറ്റ് ഏറ്റെടുത്തു. എൻ്റെ ആൻറ്റിയുടെ പ്രോപ്പർട്ടിയാണ്, ആൻറ്റിയുടെ ആണ്, ഞാൻ ലീസിനെടുത്താണ്. 2017 മുതൽ 2 സ്വീഡിഷ് പാർട്ണർ എനിക്കുണ്ട്. ഞങ്ങൾ 2 സ്വീഡിഷുകാരും ഞാനും കൂടെ ചേർന്നിട്ടാണ് ഇപ്പം നടത്തുന്നത്. ഇവിടെ ശാസ്തമംഗലത്ത് 2 വർഷമായി, 2 വർഷമാകാൻ പോകുന്നു. ഇതൊരു കോണ്ടിനെൻ്റൽ ആണ് മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഓറിയൻ്റലും അല്ലാതെ ഇന്ത്യനും ഞങ്ങളുടെ തന്നെ ഫ്യൂഷൻ സ്റ്റൈലുണ്ട്. പിന്നെ ഞങ്ങളുടെ കഫേ, വെറൈറ്റി കോഫീസ്, പിന്നെ സ്വീഡിഷ് കേക്കാണ് ഞങ്ങളുടെ പ്രത്യേകത. കേക്ക്സ് ചെയ്യുന്നത് എൻ്റെ ഒരു പാർട്ണർ ബേക്ക് ചെയ്യും. പുള്ളിയുടെ റെസിപ്പിയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. എല്ലാം ഹോം മെയ്ഡ്. ഞങ്ങളിവിടെ സ്പെഷ്യൽ കേക്കാണ്. അത് ഞങ്ങൾ തുടക്കത്തിൽ ഞാൻ കോളത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്ത് ഡിഷസാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ 2 പാർട്ണർ സ്വീഡിഷുകാർ. അവർ നല്ല ഹെൽത്തി സാലഡ് കഴിക്കാൻ വേണ്ടിയും കോഫി കുടിക്കാൻ വേണ്ടിയാണ് കോളർ എൻ്റെ കഫയിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു പാർട്ണറിൻ്റെ ആവശ്യം വന്നപ്പോഴത്തേക്ക് അവരുമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത്. ഹെൽത്ത് ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ തുടങ്ങിയപ്പോഴും ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. സീ ഫുഡാണ് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. കൂടുതൽ ഗ്രിൽഡ് അങ്ങനെയുള്ള ഐറ്റംസ്, ചിക്കനും എല്ലാം ഉണ്ട്, എല്ലാം എല്ലാ സാധനമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ വെജിറ്റബിൾസ്, എക്സോട്ടിക് വെജിറ്റബിൾ എക്സ്ട്രാ നമ്മളൊരു നല്ലൊരു ഇവിടെ വന്ന് കഴിക്കുന്നവർക്ക് അറിയാം. പ്രത്യേകിച്ച് സാലഡ്സ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് കോവളം സാലഡ് എന്ന് പറഞ്ഞിട്ടൊരു സാലഡുണ്ട്. അത് കുറച്ച് ഹെൽത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള സാലഡ്സ്. അതുപോലെ തന്നെ എന്താണ് ഈ വെൽവെറ്റ് ഡോൺ എന്നുള്ള ആ പേരിന് അങ്ങനെ ഒരു പേര് വരാനുള്ളൊരു കാരണം എന്താണ്? പേര് വരേണ്ട കാരണം ഇത് 70s തുടങ്ങിയ റെസ്റ്റോറൻ്റാണ്. തുടക്കത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ 60s തുടങ്ങിയത്. ചെറിയ ചായക്കട ആ ഒരു സെറ്റപ്പിൽ കോവളം ബീച്ചിൽ തുടങ്ങിയ ചെറിയൊരു ഒരു റെസ്റ്റോറൻ്റ് എന്നല്ല, ഒരു ചായക്കട, ആ രീതിയിലുള്ള ഒരു റെസ്റ്റോറൻ്റ്. അന്ന് വന്ന ഹിപ്പീസാണ്. ഇപ്പോൾ 70s ഹിപ്പീസാണ് കോവളത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഹിപ്പീസാണ് ശരിക്കും ഈ ഒരു പേരിട്ടത്. വെൽവെറ്റ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് 60s ഒരു മ്യൂസിക് ആൽബം ഉണ്ട്, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ ആ ഒരു പേരാണ് വെൽവെറ്റ് ഡോൺ അന്ന് പേരിട്ടത്. അതിപ്പോഴും ഞങ്ങൾ അതിങ്ങനെ ഫാമിലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ അത് ഷെയർ ചെയ്തപ്പം ആൻറ്റിയുടെ ഒരു ഷെയറാണ് കിട്ടിയത്. പിന്നെ അത് പുറത്തൊക്കെ വാടകയ്ക്ക് കൊടുത്തു. അങ്ങനെ അത് പോയി. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് 2015 എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇങ്ങനെ ഒരു കഫേ റെസ്റ്റോറൻ്റ് ഒക്കെ ചെയ്യണം. ഇപ്പം ഒരു കുക്കിംഗ് അങ്ങനെ ഇഷ്ടപ്പെട്ട ഈ ഫീൽഡിലോട്ട് വന്നതാണോ അതോ? പാഷനാണ്, കുക്കിംഗ് ഒരു പാഷനാണ്. ഹോസ്പിറ്റാലിറ്റി ഇതെല്ലാം എനിക്കൊരു പാഷനാണ്. ഞാൻ എൻ്റെ സ്ഥലം കോവളമാണ്. ഞാൻ ജനിച്ച് വളർന്നതെല്ലാം കോവളം ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. കോവളം ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ അടുത്താണ് എൻ്റെ കുടുംബ വീട്. എൻ്റെ സ്കൂളിലൊക്കെ ഇട്ട് വന്നിട്ട് ഞാൻ റെസ്റ്റോറൻറ്റിൽ പോകും. എനിക്ക് കിച്ചണിൽ പോയി വർക്ക് ചെയ്യാനാണ് കൂടുതലും താല്പര്യം. അത്യാവശ്യം കുക്ക് ചെയ്യും. ഇവിടെ തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഷെഫുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഷെഫ് പറയുന്ന ഒരു കാര്യമായിരുന്നാലും ഞങ്ങളേതായ സ്റ്റൈലിൽ ചില മാറ്റങ്ങൾ വരുത്തും. ഞങ്ങളുടെ ഏറ്റവും ഫേമസ് ആയിട്ട് ഇവിടെ കൊടുക്കുന്ന സ്വീഡിഷ് മീറ്റ് ബോളുണ്ട്. സ്വീഡൻ എല്ലാവരുടെ ടിപ്പിക്കൽ ഒരു ഫുഡാണ് സ്വീഡിഷ് മീറ്റ് ബോൾ. നമ്മളിവിടെ ചെയ്യുന്നത് ഞങ്ങളെ കുറച്ച് എക്സ്ട്രാ സ്പൈസസ് കൂടെ ചേർക്കുന്നുണ്ട്. അവരുടേതായ ഒരു സ്വീഡിഷ് മീറ്റ് ബോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ മലയാളികൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അവർ ശരിക്കും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഷെഫ് അങ്ങനെ കുറച്ച് ഓൾട്രേഷനൊക്കെ ചെയ്തിട്ട് ഇവിടുത്തെ നമ്മളെ ടേസ്റ്റിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ മാറ്റം വരുന്നുണ്ട്. ബാക്കി എല്ലാം അതുപോലെ തന്നെയാണ്. ഇപ്രാവശ്യത്തെ മെട്രോ ഫുഡ് അവാർഡിലേക്ക് വെൽവെറ്റ് ഡോണിനെ നോമിനേറ്റ് ചെയ്തതിൽ വളരെ സന്തോഷം. ഇപ്രാവശ്യത്തെ മെട്രോ ഫുഡ് അവാർഡിൽ ഞങ്ങളും ഉണ്ടാവും. Best Garden Cafe and Restaurant. The award goes to Velvet Dawn, Trivandrum. Can we have the representatives of Velvet Dawn, Trivandrum, please come and receive the award?